ഹലോ, ഞാൻ ഡോക്ടർ അശ്വതി, നൈൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്. ഇന്ന് നമ്മളിവിടെ പ്രീ എക്ലാംസിയ ഡേയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പ്രീ എക്ലാംസിയ എന്ന ടേമിൽ പറയുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റേഷൻ ഹൈപ്പർടെൻഷനെ കുറിച്ച് സംസാരിക്കാം. അതായത് ഗർഭാവസ്ഥയിൽ BP കൂടുതലായുള്ള അവസ്ഥയാണ് നമ്മൾ ജസ്റ്റേഷണൽ ഹൈപ്പർടെൻഷൻ എന്ന് വിളിക്കുന്നത്. അത് ജനറലി 5 മാസത്തിന് ശേഷം ഹൈപ്പർടെൻഷൻ കാണുമ്പോഴാണ്, അതായത് BP ഗർഭിണികളിൽ 140-90 മുകളിൽ പോകുമ്പോഴാണ് നമ്മൾ ജസ്റ്റേഷണൽ ഹൈപ്പർടെൻഷൻ എന്ന് വിളിക്കുന്നത്. അത് ഒരു പ്രാവശ്യത്തെ BP റെക്കോർഡിംഗ് 140-90 മുകളിൽ പോയാൽ നമ്മൾ അപ്പം തന്നെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പക്ഷേ 2 പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ BP 140-90 മുകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിന്റെ തന്നെ ഒരു സങ്കീർണമായ അവസ്ഥയാണ് നമ്മൾ പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. പ്രീ എക്ലാംസിയ ഉണ്ടോ നിങ്ങൾക്ക് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? കാലുകളിലും കൈകളിലും കൺതടങ്ങളിലും നീര് കാണപ്പെടുക, നിരന്തരമായ തലവേദനകൾ ഉണ്ടാകുക, നമ്മൾക്ക് ബ്ലറിംഗ് ഓഫ് വിഷൻ, അതായത് കണ്ണ് മഞ്ഞളിക്കുക, അല്ലെങ്കിൽ കണ്ണിന് മുമ്പിൽ സ്പോട്സുകളായി കാണുക, അല്ലെങ്കിൽ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നിയുടെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിൽ ഡീറേഞ്ച്മെന്റ്സ് ഉണ്ടാകുക, നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറവായി കാണുക, യൂറിന്റെ അളവ് കുറവായി കാണുക, അല്ലെങ്കിൽ യൂറിനിൽ പ്രോട്ടീന്റെ അംശം കൂടുതലായി കാണുക എന്നിവയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ എക്ലാംസിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രീ എക്ലാംസിയ ഉണ്ടായാൽ കുട്ടിയെ അത് എങ്ങനെയാണ് ബാധിക്കുക? അതായത് ഗർഭസ്ഥ ശിശുവിനെ എങ്ങനെയാണ് ബാധിക്കുക? ശിശുവിന് വളർച്ചക്കുറവുണ്ടാവാനും പ്രീടേം ലേബർ, അതായത് നേരത്തെ പ്രസവിക്കാനുള്ള സാധ്യത ഉണ്ടാവാനും ഇത് കാരണമാകുന്നു. അതേപോലെ തന്നെ പ്ലസന്റ അടർന്ന് എബ്രപ്ഷൻ എന്നിവയുള്ള ഒരു ഫേറ്റലായ സ്ഥിതി ഉണ്ടാവാനും ഇത് കാരണമാകാം. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഫസ്റ്റ്, നിങ്ങളുടെ ആന്റിനേറ്റൽ വിസിറ്റ്സ് ഒരിക്കലും മുടക്കാതിരിക്കുക. സെക്കൻഡ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും BP കാണുകയാണെങ്കിൽ അത് കറക്റ്റായി റെക്കോർഡ് ചെയ്യാനും, ഇപ്പോൾ നമുക്ക് BP വീട്ടിൽ തന്നെ റെക്കോർഡ് ചെയ്യാനും BP അപ്പാരറ്റസ് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതും നിങ്ങളുടെ ഡോക്ടറെ കൃത്യമായി അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് നിങ്ങൾക്ക് ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻസ്, അതായത് BP കുറയ്ക്കാനുള്ള മരുന്നുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ അളവിൽ, കൃത്യമായ ഡോസിൽ, കൃത്യമായ സമയത്ത് കഴിക്കുക. പിന്നെ 4-മതായി സോൾട്ട് ഇൻടേക്ക്, അതായത് ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. പിന്നെ റെഗുലറായ വ്യായാമവും കറക്റ്റായ വെയിറ്റും മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഇതിനുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ പ്രീ എക്ലാംസിയ അല്ലെങ്കിൽ ജസ്റ്റേഷൻ ഹൈപ്പർടെൻഷൻ ഉണ്ടാവാനുള്ള മെയിൻ കാരണം അത് നമ്മുടെ കുട്ടിയുടെ മറുകുട്ടി അല്ലെങ്കിൽ പ്ലസന്റയിൽ നിന്നാണ്. പ്ലസന്റയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതായത് ബ്ലഡ് ഫ്ലോയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ചില എൻസൈം ചേഞ്ചസ് എന്നിവയാണ് പ്രീ എക്ലാംസിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഡെലിവറി ഓഫ് ദ ബേബി, അതായത് ഈ അവസ്ഥ മാറണമെങ്കിൽ നമ്മൾ കുട്ടിയെ ഡെലിവർ ചെയ്യണം. അപ്പോൾ ഈ അവസ്ഥ അല്ലാതെ മാറ്റാൻ പറ്റുമോ? നമുക്ക് ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻസ് കഴിക്കാം. കുട്ടിക്ക് വളർച്ചക്കുറവ് അല്ലെങ്കിൽ വെള്ളക്കുറവുണ്ടെങ്കിൽ അതിൻ്റെതായ മരുന്നുകളും കഴിക്കാം. പ്രീ എക്ലാംസിയ കുറച്ചുകൂടെ സങ്കീർണമായ അവസ്ഥയാണ് നമ്മൾ എക്ലാംസിയ എന്ന് പറയുന്നത്. അത് ഗർഭ സമയത്ത് ഫിറ്റ്സ് അല്ലെങ്കിൽ ജന്നി ഉണ്ടാവുന്ന അവസ്ഥയാണ് എക്ലാംസിയ. അതൊരു വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. അതിന് ഇതിനേക്കാളും കൂടുതലുള്ള ട്രീറ്റ്മെന്റ്സ് വേണ്ടിവരും. അതിന്റെയും അൾട്ടിമേറ്റ് ട്രീറ്റ്മെന്റ് എപ്പോഴും ഡെലിവറിയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രീ എക്ലാംസിയ ഡേയോടനുബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ഒരുപാട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗർഭസമയത്ത് നിങ്ങൾ മരുന്നുകൾ കൃത്യമായി കഴിക്കുക. BPയും ബാക്കിയുള്ള ബ്ലഡ് ടെസ്റ്റുകളും കറക്റ്റായി ചെയ്യുക. And stay happy, stay healthy. Thank you.